ഹായ്, എന്തുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്കിന്നൊരു ബുക്ക് പെൻഡൻ്റ് ഉണ്ടാക്കിയാലോ? കൂട്ടത്തിൽ ബുക്ക് ലവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ബുക്ക് ലവേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ടും കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു ബുക്ക് പെൻഡൻ്റാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് സ്കെയിൽ അങ്ങനെ ഒരു അളവിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്കെയിലിൻ്റെ ഹോള് വരുന്ന ഭാഗത്ത് നമുക്ക് എത്ര സൈസ് വേണോ അത്ര സൈസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേസ്റ്റ് വരുന്ന പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ സൈഡിൽ കുറച്ച് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലുള്ള ബുക്ക് പെൻഡൻസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ബുക്കിൻ്റെ കവറായിട്ട് നമ്മളൊരു ഗ്ലിറ്റർ ഷീറ്റാണ് എടുക്കുന്നത്, കോപ്പർ കളറിലുള്ളത്. അപ്പോൾ അത് നമുക്ക് അതേ സൈസിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തെടുത്ത പേപ്പറില്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കി ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ഇതെങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് സൈസൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം. അതിന് ശേഷം മാത്രം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് ഇതേ പ്രോസസ്സ് തന്നെ, ഒരു സിൽവർ കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഫോൾഡ് ചെയ്ത പേപ്പർ വെച്ചൊന്ന് സൈസൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. ഇതേ പ്രോസസ്സിൽ തന്നെ റൈറ്റിങ്സ് ഉള്ളൊരു പേപ്പറിലും ഞാൻ ഈ ബുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്യാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു വെയിറ്റ് എൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നമ്മളത് പൊങ്ങി നിൽക്കുന്നതെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കീയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിൽവർ കളറിൽ ഉള്ള ബുക്കിൽ നമ്മളൊരു കുഞ്ഞ് കെട്ടാണ്, ഒരു സാറ്റിൻ റിബൺ കൊണ്ടൊരു കുഞ്ഞ് കെട്ടാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചെയിനുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ബൈൻഡ് വെച്ച് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള പുറംചിട്ടകളും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ പേപ്പർ കട്ടിങ് തീമിലുള്ള ഒരു പെൻഡൻറ്റിന് ഞാനിവിടെ ഈ നൂല് വെച്ച് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഈ ടാഗ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ലവേഴ്സായിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഈ പെൻഡൻസ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതുപോലെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള പെൻഡൻസ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.